എൻ്റെ അക്കൗണ്ടിൽ അവസാനമായിട്ടുള്ള 35,000 രൂപ വെച്ചിട്ട് നമ്മൾ ഇന്റർനെറ്റ് മൊത്തം റിസർച്ച് ചെയ്തിട്ട് ബെസ്റ്റ് ടി വി ഇൻ ദ വേൾഡ് വാങ്ങാൻ പോവാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിങ്ങനെ സകലമാന വെബ്സൈറ്റ് നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഒരു ടി വി കിട്ടി 34,999 രൂപയ്ക്ക്. ഞാനിത് ഇവിടെ പർച്ചേസ് ചെയ്തു ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. നമ്മുടെ ടി വി വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ലുക്ക് അറ്റ് ദിസ്. ഇതാണ് നമ്മുടെ ഹൈസെൻസിൻ്റെ 35,000 രൂപയ്ക്കകത്തുള്ള ബെസ്റ്റ് ടി വി. കൂടുതൽ ഇവിടെ വെയിറ്റ് ചെയ്യാനൊന്നുമില്ല, അൺബോക്സ് ചെയ്യാം. കത്തിയുടെ ദൗർബല്യം മൂലം മോസ്റ്റ് സാറ്റിസ്ഫൈങ് അൺബോക്സിങ്. ഹെൻസൈസ് എന്ന ബ്രാൻഡ് ഒരുപാട് ഫീച്ചറും അതുപോലെ തന്നെ ഭയങ്കര വലിയൊരു നല്ല പ്രൈസ് റേഞ്ചിലുമാണ് ഈ ഒരു ടി വി ഇറക്കിയിട്ടുള്ളത്. ടി വിയുടെ 2 കാല് നമുക്ക് കിട്ടുന്നു, തൂത്താലും പോകാത്ത ആദ്യത്തെ ടെർമോക്കോൾ ആൻഡ് അവർ ടി വി ഇറ്റ് സെൽഫ്. നോക്കി നിന്നും വെള്ളം ഇറക്കാതെ വാടോ. ഏറ്റവും അവസാനത്തെ അൺബോക്സിംഗ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ഹൈസെൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ E7 സീരീസിലുള്ള ഒരു ടി വി ആണിത്. 34,999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന 4K QLED ടി വി. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്, വീഡിയോസ് മൂവീസ് എൻജോയ് ചെയ്യാനായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. 1080p ഫുട്ടേജ് നിങ്ങൾക്ക് 4Kയിലോട്ട് AI യൂസ് ചെയ്ത് അപ്സ്കെയിൽ ചെയ്തിട്ടായിരിക്കും ഈ ടി വി കാണിക്കുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ്. ആൻഡ് ആദ്യം നമുക്ക് റിമോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഹൈസെൻസിൻ്റെ റിമോട്ട്. റിമോട്ടിനകത്ത് വരുന്നത് നമ്മുടെ പവർ ബട്ടൺ, പിന്നീട് ആവശ്യമുള്ള കുറേ വോളിയം ബട്ടൺ, ചാനൽ ബട്ടൺ, പിന്നെ ഫ്രീ സ്പോർട്സ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു 3 ബട്ടൺ കാണാൻ പറ്റും. അതിനെപ്പറ്റി പറഞ്ഞു തരാം. നെറ്റ്ഫ്ലിക്സിന് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ, ആമസോൺ പ്രൈമിന് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ, യൂട്യൂബിന് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ, യൂട്യൂബ് മ്യൂസിക്കിന് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ, പിന്നെ ഒരു ബ്രൗസ് ബട്ടൺ, പിന്നെ ആപ്പ് ബട്ടൺ. സിമ്പിൾ. ആദ്യം നമുക്ക് ഫിസിക്കലി നോക്കാം. ഫിസിക്കലി നോക്കുന്ന സമയത്ത് ഒരു ഡിഫറെൻറ്റ് ഡിസൈൻ ആസ്പെക്റ്റ് ആണ് നമ്മുടെ ഹൈസെൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രെയിം കൊടുത്തതിന് ശേഷം ആ ഫ്രെയിമിൽ നിന്ന് കുറച്ച് ഒരു ഫ്രണ്ടിലേക്ക് ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു പാനലും കൊടുത്ത് അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് തിക്നെസ് അത്യാവശ്യം ഉണ്ടെങ്കിലും പുറകിലായിട്ട് അവർ നല്ല രീതിക്ക് തന്നെ അലൈൻ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചുമലിലൊക്കെ വെക്കുന്ന സമയത്ത് തട്ടയും മുട്ടയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഈ ഡിസ്പ്ലേക്ക് ഒരു പ്രശ്നവും പറ്റാതിരിക്കാൻ കുറച്ച് ഫ്രെയിം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ടി വി നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് അവിടുത്തെ സെയിൽസ്മാൻ നമ്മളടുത്ത് ആദ്യം പറയുന്ന കാര്യം എന്താണ്? ഇതിന് ഇത്ര വർഷം വാറണ്ടി ഉണ്ട് സാർ. അപ്പോൾ ഈ ഒരു ടി വിയുടെ ഹൈസെൻസിൻ്റെ E7K എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിൻ്റെ വാറണ്ടി നോക്കിക്കഴിഞ്ഞാൽ 2 വർഷമാണ്. ഹൈസെൻസിൻ്റെ E7K എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിൻ്റെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സൈസ് 55 ഇഞ്ചാണ്. ഇതിനകത്ത് കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒന്നാമത്തത് ALLM വരുന്നുണ്ട്, അതുപോലെ തന്നെ EARC വരുന്നുണ്ട്, ഗെയിം മോഡ് പ്ലസ് വരുന്നുണ്ട്. സോ ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. ഗെയിം മോഡ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടി വി ഒരു ഗെയിമിംഗ് റൂമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ളതാണ് എന്ന് ഹൈസെൻസ് ഉറപ്പുവരുത്താണ്. കാര്യം ഇതിനകത്ത് ഗെയിം കളിക്കാനായിട്ടുള്ള കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ EARC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ബിറ്റ് റേറ്റിലുള്ള ഓഡിയോ പാസ് ത്രൂ ആണ് EARC എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സൗണ്ട് ബാർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ലാപ്ടോപ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കൺസോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഡിയോ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടി വിക്കകത്ത് നിന്ന് കിട്ടുക. ആൻഡ് ഇതിൻ്റെ അകത്ത് ALLM എന്ന് പറഞ്ഞ ഒരു ഫീച്ചറുണ്ട്. ALLM മീൻസ് ഓട്ടോ ലോ ലേറ്റൻസി മോഡ്. അതായത് നിങ്ങൾ എന്തെങ്കിലും കൺസോൾ കണക്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കാസ്റ്റ് ചെയ്തു, ഒരു തരത്തിലുള്ള ലേറ്റൻസി ഇഷ്യൂസും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഭയങ്കര സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും, പടപടാന്നിരിക്കും. നമുക്കറിയാം ഡോൾബി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ ടി വിയിലും ഡോൾബി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ഹിയർ, ഡോൾബി വിഷൻ ആൻഡ് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആണ്. ഡോൾബി വിഷനും ഉണ്ട്, ഡോൾബി അറ്റ്മോസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആൻഡ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസും നമ്മുടെ E7K എന്ന് പറഞ്ഞിട്ടുള്ള ഹൈസെൻസിൻ്റെ ടി വിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. UHD AI അപ്സ്കെയിലർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇതിനകത്തുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോസും എന്തൊക്കെ ഇതിനകത്ത് കാണുന്നോ അതെല്ലാം AI ഉപയോഗിച്ചിട്ട് അപ്സ്കെയിൽ ചെയ്ത് 4K റെസൊല്യൂഷനിൽ നല്ല ക്രിസ്പായിട്ട് കാണിച്ചു തരും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാണുന്ന ഒരു ഷോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ 1080p റെസൊല്യൂഷനിലാണ് വീഡിയോ ഉള്ളതെന്നുണ്ടെങ്കിൽ ഹൈസെൻസിൻ്റെ E7K എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടി വി അതിന് അപ്സ്കെയിൽ ചെയ്ത് 4K ആക്കി തരും. ഹൈസെൻസിൻ്റെ ഗെയിമിംഗ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് അൾട്രാ ലോ ലേറ്റൻസിയിൽ ഗെയിം എൻജോയ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ കളിക്കുന്ന ഗെയിമിനനുസരിച്ച് റിഫ്രഷ് റേറ്റ് അഡാപ്റ്റ് ചെയ്തോളും. ക്വാണ്ടം ഡോട്ട് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് നമ്മുടെ ടി വിക്ക് ഹൈസൻസ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 1 ബില്യൺ പ്ലസ് കളേഴ്സ് ഇതിനകത്ത് റീപ്രൊഡ്യൂസ് ചെയ്യും. സോ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ, നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം എല്ലാം ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ഡോൾബി വിഷനും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡോൾബി വിഷൻ എനേബിൾഡ് ആയിട്ടുള്ളത്, ഡോൾബി അറ്റ്മോസ് എനേബിൾഡ് ആയിട്ടുള്ള കോണ്ടന്റ് എല്ലാം ഭയങ്കര ഹൈ ഡൈനാമിക് റേഞ്ചിലും നല്ല ക്രിസ്പായിട്ടുള്ള ബ്രൈറ്റ്നെസ്സിലും നല്ല കളേഴ്സിലും നല്ല കോൺട്രാസ്റ്റിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഈ സൺസെറ്റ് സീന്, നല്ല ഡൈനാമിക് ആയിട്ടുള്ള സീൻസ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. AI ഫ്രെയിം ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞൊരു വേറൊരു ഫീച്ചറുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് ടി വി അനലൈസ് ചെയ്യും. അതിനുശേഷം എന്താണ് കണ്ടന്റ് കാറ്റഗറി നോക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ നോയ്സ് കൂടുതലാണെങ്കിൽ നോയ്സ് കുറച്ച്, അതിൻ്റെ അകത്ത് കോൺട്രാസ്റ്റ് കൂടുതലാണെങ്കിൽ കോൺട്രാസ്റ്റ് ബാലൻസ് ആക്കി, ഷാർപ്നെസ് കുറവാണെങ്കിൽ ഷാർപ്നെസ് കൂട്ടി, മൊത്തത്തിലുള്ള ക്വാളിറ്റി എൻഹാൻസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഓരോ വിഷ്വലും കാണാൻ പറ്റുന്നത്. ആൻഡ് ഇതൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്കകത്ത് എത്രത്തോളം എനിക്ക് കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, ബട്ട് ഇറ്റ് ലുക്സ് സോ ഗുഡ്. ഇനി എടുത്ത് പറയാനുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഡെഡിക്കേറ്റഡ് സ്പോർട്സ് മോഡ്. ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു സ്പോർട്സ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഫുട്ബോൾ ഫോർ എക്സാമ്പിൾ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്ലെയർ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് ഓടുന്നു. അപ്പോൾ ഈ ഷട്ടർ സ്പീഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് മിന്നായം പോലെ ആയിരിക്കും പോകുന്നത്. പക്ഷേ സ്പോർട്സ് മോഡ് എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ അഡീഷണൽ FPS ആഡ് ചെയ്ത് ആ ഒരു ബ്ലർ ഇല്ലാതെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള, അതായത് ആ പ്ലെയർ ഓടുന്നത് പക്കയായിട്ട് കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. സോ ഒരു മൊമെൻറ്റ് പോലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും എന്നുള്ളതാണ് സാരം. നമ്മുടെ ഫോണിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നമ്മൾ കാസ്റ്റ് ചെയ്ത് നമ്മുടെ ടി വിയിലേക്ക് എടുക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. എപ്പോഴാണ് വേറെ ആപ്പിലേക്ക് പോകുന്നത്, നമ്മുടെ കാസ്റ്റിംഗ് ഡിസ്കണക്ട് ആവും. എന്നാൽ ഹൈസൻസ് E7Kക്കകത്ത് നമുക്ക് കാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അർജൻസി വന്ന് നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ ഉപയോഗിച്ചോ, കാസ്റ്റിംഗ് അവിടെ കണ്ടിന്യൂ ആവും. നല്ല ഫീച്ചർ അല്ലേ? അടുത്ത് നമ്മുടെ ഈ റിമോട്ടിൻ്റെ അതുപോലെ തന്നെ വിഡയുടെ ഫീച്ചേഴ്സ്. വിഡ എന്തെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. വിഡ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടി വിക്കകത്ത് ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്ന OS ആണ് വിഡ OS. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടി വിക്കകത്ത് വിഡ വോയിസും ആമസോൺ അലക്സയും അതുപോലെ തന്നെ നിങ്ങളുടെ റിമോട്ടിൻ്റെ അകത്ത് വോയിസ് കൺട്രോളും ഉണ്ട്. വിഡ വോയിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടി വിനെ പോസ് ആൻഡ് പ്ലേ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞ് വോയിസ് കമാൻഡിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആമസോൺ അലക്സ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ബാക്കിയുള്ള ഫീച്ചേഴ്സ് കിട്ടും. നിങ്ങളുടെ റിമോട്ടിൽ ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് അമർത്തി കഴിഞ്ഞാൽ വിഡ വോയിസ് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് വേണോ വോയിസ് കമാൻഡിൽ ആക്ടിവേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു ടി വിക്കകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ ഹൈസൻസ്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഹൈസൻസിൻ്റെ E7K എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടി വി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ചെക്ക് ചെയ്യാം. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോ കാണാം. ബൈ.